ഹായ് മക്കൾ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. കീം 2026 മുതൽ അശാസ്ത്രീയമായിട്ടുള്ള ബോർഡ് എക്സാം മാർക്കിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല മാറുമെന്ന് 100% ഉറപ്പായിട്ടുണ്ട്. സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അടുത്ത പ്രോസ്പെക്ടസിൽ ഉറപ്പായിട്ടും അത് വരും. അത് എത്രത്തോളം അശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 കീം എക്സാമിൽ കീമിൽ 360-ൽ 360, അതായത് ഫുൾ മാർക്കും, അതേപോലെ തന്നെ ബോർഡ് എക്സാം 3 വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് 300-ൽ 300. അതായത് ഒരു കുട്ടിക്ക് അവന് നേടാവുന്നതിന്റെ മാക്സിമം മാർക്ക് കിട്ടിയിട്ടും കേരള സിലബസിൽ പഠിച്ചു എന്ന ഒറ്റ കാരണത്താൽ 80ാം സ്ഥാനത്തേക്കാണ് അവന്റെ റാങ്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ ഫോർമുല എന്താണ് മാറിയിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും ഒരേ നീതി കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ രീതിയിൽ പറഞ്ഞാൽ വളരെ നീതിപൂർവമായിട്ടുള്ള നോർമലൈസേഷൻ ഫോർമുല ഇനി അങ്ങോട്ട് കീമിൽ വരാൻ പോവാണ്. എല്ലാവർക്കും സന്തോഷിക്കാം. ഇത് ഒരു ബോർഡിന് അനുകൂലമോ ഒരു ബോർഡിന് എതിരുമല്ല. ഇതാണ് നീതിപൂർവകമായ കാര്യം. ഇനി കുറച്ച് കുട്ടികൾക്കെങ്കിലും അഭിപ്രായമുണ്ട്, സാർ ഈ ബോർഡ് എക്സാം മാർക്ക് പരിഗണിക്കാതെ വെറും കീമ് മാത്രം നോക്കിയാൽ പോരെ എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നം കൂടെ ഉണ്ടെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതായത് കീമിന്റെ മാർക്ക് മാത്രം നോക്കുകയാണെങ്കിൽ എൻട്രൻസിനൊക്കെ പോകുന്നത് ഒരുപക്ഷെ എഡ്യൂപോർട്ടിനെ പോലത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ അത് നല്ലതായിരിക്കും. എൻട്രൻസ് കോച്ചിങ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമായി മാറും കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. അവിടെ ഈ ബോർഡ് എക്സാമും കൂടെ വരുമ്പോഴാണ് അത് കുറച്ചും കൂടെ എന്താകുന്നത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതും കൂടെ കാര്യം കൂടെ മനസ്സിലാക്കുക. സോ നിലവിൽ പുതിയ ഫോർമുല വന്നു കഴിഞ്ഞാൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നീതിയുക്തമായിട്ടുള്ള ഒരു കീം റാങ്കിങ് സിസ്റ്റം വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താം.